എല്ലാവർക്കും ICFOSSന്റെ ലിനക്സ് സീരീസിലേക്ക് സ്വാഗതം. ലിനക്സ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ പരമ്പരയിൽ ലിനക്സിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ പരിണാമവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ലിനക്സിന്റെ തുടക്കവും വളർച്ചയും പറ്റി നോക്കാം. 1969-ൽ ഡെന്നിസ് റിച്ചിയും കെൻ തോംസണും AT&T ബെൽ ലാബ്സിലാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. സി ലാംഗ്വേജ് ഏറ്റവും ബേസിക്കും എഫക്റ്റീവുമായ ഒരു ലാംഗ്വേജ് ആണ്. ഈ സി ലാംഗ്വേജ് കണ്ടുപിടിച്ചത് കെൻ തോംസണും ഡെന്നിസ് റിച്ചിയുമാണ്. ഇവരുടെ മറ്റൊരു സാങ്കേതിക സംഭാവനയാണ് യുണിക്സ് കേർണൽ. 1970-ന്റെ അവസാനത്തിൽ AT&T ബെൽ ലാബ്സ് യുണിക്സിന്റെ വാണിജ്യവൽക്കരണത്തിന് തീരുമാനിക്കുന്നു. അതിന്റെ ഫലമായി പലരും ഇതിനെ ആസ്പദമാക്കിയ കേർണലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. 1980-ൽ പല കമ്പനീസും യുണിക്സ് വേർഷൻ ഡെവലപ്പ് ചെയ്തു. IBM അവരുടെ ഓൺ വേർഷനായ AIX, സൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവരുടെ സൊലാരിസ്, പിന്നെ HP UX അങ്ങനെ ഒരുപാട് യുണിക്സിന്റെ വേർഷൻസ് ഡെവലപ്പ് ചെയ്തു. 1983-ൽ റിച്ചാർഡ് സ്റ്റോൾമൻ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റും GNU പ്രോജക്റ്റും തുടങ്ങുന്നു. റിച്ചാർഡ് സ്റ്റോൾമൻ അഭിപ്രായപ്പെടുന്നത് സോഫ്റ്റ്വെയർ എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കണം. അവർക്കതിൻ്റെ സോഴ്സ് കോഡ് ആക്സസ് ഉണ്ടായിരിക്കണം. അത് മോഡിഫൈ ചെയ്യാനും ഷെയർ ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നാണ്. ഈ ഐഡിയ കൊണ്ടാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്നൊരു ഓർഗനൈസേഷനും തുടങ്ങിയത്. GNU പ്രോജക്റ്റിന്റെ ഗോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആയി കൊടുക്കുക എന്നതാണ്. ഇതിൽ ഫ്രീ എന്നുദ്ദേശിക്കുന്നത് സൗജന്യം എന്നതല്ല, മറിച്ച് സ്വാതന്ത്ര്യം എന്നതാണ്. അങ്ങനെ 1991-ൽ ലിനസ് ടോർവാൾഡ്സ് എന്നൊരു പ്രോഗ്രാമർ ലിനക്സ് കേർണൽ ഡെവലപ്പ് ചെയ്തു. ലിനക്സ് കേർണലിനെ GNU പ്രോജക്റ്റുമായി കമ്പൈൻ ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് എന്നത് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. 1990s ആയപ്പോൾ ഡെവലപ്പേഴ്സ് അതിന്റെ കോഡിനെ വികസിപ്പിച്ച് മെച്ചപ്പെടുത്തി. അങ്ങനെ ലിനക്സിന്റെ പലതരം ഡിസ്ട്രിബ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധം ubuntu എന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതുപോലെ ലിനക്സിന്റെ മറ്റു ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഫെഡോറ, CentOS, റെഡ് ഹാറ്റ് എന്റർപ്രൈസ്, ഡെബിയൻ, ലിനക്സ് മിന്റ് തുടങ്ങി 100ഓളം ഡിസ്ട്രിബ്യൂഷൻസ് ഇന്ന് ലഭ്യമാണ്. ഇതിൽ പ്രമുഖ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റി നോക്കാം. ആദ്യം ubuntu. ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ubuntu സ്ഥിരവും പതിവായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതുമാണ്. ഫെഡോറ ഇത് റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ഉണ്ടാക്കിയ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ഡെവലപ്പേഴ്സിന് ഉത്തമമാണ്. ഫാസ്റ്റ് പേസ്ഡ് അപ്ഡേറ്റ്സിനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫെഡോറ. ഡെബിയൻ സ്റ്റെബിലിറ്റിക്ക് പ്രശസ്തമായ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡെബിയൻ. എന്റർപ്രൈസ് ലെവൽ ഡിപ്ലോയ്മെന്റ്സിന് ഏറ്റവും ഉത്തമം ഡെബിയൻ ആണ്. കാലി ലിനക്സ് മുമ്പ് ബാക്ക് ട്രാക്ക് ലിനക്സ് എന്നറിയപ്പെട്ടിരുന്നു. ഒരു ഓപ്പൺ സോഴ്സ് ഡെബിയൻ അധിഷ്ഠിത ലിനക്സ് വിതരണമാണ്. ഇത് വിപുലമായ പെനിട്രേഷൻ ടെസ്റ്റിംഗും സുരക്ഷാ ഓഡിറ്റിംഗും നടത്താൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. ഇത് ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്നു. ആർച്ച് ലിനക്സ് ഒരു റോളിംഗ് റിലീസ് മോഡൽ പിന്തുടർന്ന മിക്ക സോഫ്റ്റ്വെയറുകളുടെയും ഏറ്റവും പുതിയ സ്ഥിരതയുള്ള പതിപ്പുകൾ നൽകാൻ ശ്രമിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ആർച്ച് ലിനക്സ്. ഇതിന്റെ ഡിഫോൾട്ട് ഇൻസ്റ്റലേഷൻ ഒരു മിനിമൽ ബേസ് സിസ്റ്റമാണ്. ആവശ്യാനുസരണം ആവശ്യമുള്ളത് മാത്രം ചേർക്കാനായി അവ ക്രമീകരിച്ചിരിക്കുന്നു. ലിനക്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ സോഴ്സ് കോഡ് എല്ലാവർക്കും കാണാനും കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. സെക്യൂരിറ്റി അതിൻ്റെ ഇൻബിൽറ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വളരെ സ്ട്രോങ് ആണ്. കസ്റ്റമൈസേഷൻ ഫുള്ളി കസ്റ്റമൈസബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇത് ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ്സ്, തീമിംഗ് ആൻഡ് ഈവൻ കേർണൽ ലെവൽ കസ്റ്റമൈസേഷനും നൽകുന്നു. പെർഫോമൻസ് റിസോഴ്സ് മാനേജ്മെന്റിൽ ഇത്ര എഫിഷ്യന്റ് ആയ സിസ്റ്റം ആയതുകൊണ്ട് ഇത് വളരെ ഫാസ്റ്റ് ആണ് ഈവൻ ലോ എൻഡ് മെഷീൻസിൽ. കമ്മ്യൂണിറ്റി സപ്പോർട്ട് വേൾഡ് വൈഡ് വോളണ്ടിയേഴ്സിന്റെ വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ സപ്പോർട്ട് അടക്കം റിസോഴ്സസ് എല്ലാം ഓപ്പൺ സോഴ്സ് യൂസേഴ്സിന് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് ലിനക്സിന്റെ ഫണ്ടമെന്റൽസ്, ഹിസ്റ്ററി, ഫീച്ചേഴ്സ് എന്നിവയെല്ലാം കണ്ടു. അടുത്ത സെഷനിൽ ലിനക്സിന്റെ ബേസിക് കമാൻഡ്സിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.